എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുനാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അനാമിക കുട്ടിയാണ്. അനാമികയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. അനാമിക 7th ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റുള്ള വിശേഷങ്ങൾ നമുക്ക് അനാമികയിൽ നിന്ന് തന്നെ കേൾക്കാം. ഹായ് അനാമിക. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വളരെ ഹാപ്പി ആണല്ലോ. ആണോ? ഓക്കെ. അനാമിക കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പ്രിയ ശ്രോതാക്കളടുത്ത് പറയണം. ഒപ്പം നമുക്കൊക്കെ കേൾക്കാവല്ലോ അല്ലേ? അപ്പൊ എന്തൊക്കെയാ വിശേഷം? അങ്ങനൊന്നും ഇല്ല. വിശേഷങ്ങൾ അങ്ങനൊന്നും ഇല്ല. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ വരണം. ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് ചെമ്പൈ സംഗീതോത്സവത്തില്. കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു. വെരി ഗുഡ്. പിന്നെ പനച്ചിക്കാട് അമ്പലത്തില് പാടാൻ അവസരം കിട്ടി കോട്ടയത്ത്. അപ്പൊ പാട്ടുകാരി കൂടിയാണ്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. എത്ര ആളായി പഠിക്കുന്നു? 4 വർഷം. 4 വർഷമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? ഗുഡ്. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് വേണം അല്ലേ? പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പം ചെമ്പൈ സംഗീതത്തിന് അപ്ലൈ ചെയ്തു അല്ലേ? കിട്ടി. വെരി ഗുഡ്. എന്നാണ് അത്? നവംബർ 24 ആണ്. ഓക്കെ അനാമിക, നമുക്ക് പാട്ട് കേൾക്കാം. അനാമികയുടെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, പാടിക്കോ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ഒരു ലോലമാം നറുതുള്ളിയായി, ഒരു ലോലമാം നറുതുള്ളിയായി, നിന്റെ നെറുകിലൊരുകുന്ന തെൻ ഹൃദയം, ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. ഓക്കെ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? അല്ല, അമ്മ സെലക്ട് ചെയ്തന്നെ. അമ്മയുടെ സെലക്ഷൻ ആണതല്ലേ? അമ്മയുടെ ഒരു കയ്യൊപ്പുണ്ടല്ലേ പാട്ടുകൾക്ക്? ആരാണ് പാട്ടൊക്കെ കൂടുതൽ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന? ആരാണ്? അമ്മയാണ്. അമ്മ പാടുവോ? കുറച്ചൊക്കെ പാടും അല്ലേ? കുഞ്ഞിലേ പാടി തുടങ്ങിയതാണോ അതോ പെട്ടെന്ന് പാട്ട് പഠിച്ചു തുടങ്ങിയതാണോ? അല്ല, എന്താ ഒരു നോട്ടീസ് വന്നപ്പോ. നോട്ടീസോ? എന്ത് നോട്ടീസ്? ഞങ്ങള് ദക്ഷിണ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇതിലാ പഠിക്കണേ. അന്നേരം മ്യൂസിക് സ്കൂളിന്റെ പേരാണോ അല്ലേ? ഓക്കെ. അന്നേരം അവിടുത്തെ ഒരു നോട്ടീസ് വന്നപ്പോ അമ്മ ചോദിച്ചു, വെറുതെ ചോദിച്ചതാ പാട്ട് പഠിക്കാൻ പോകണമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞ എന്നെങ്കിൽ പോയി നോക്കാന്ന് വെച്ചു. ഓക്കെ. അങ്ങനെ പോയി നോക്കി ഇപ്പൊ ചെമ്പൈ സംഗീതോത്സവത്തിന് ഒരു അപ്ലൈ ചെയ്തു അല്ലേ? ഓക്കെ മോളെ. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഷ്ടമുടി സ്കൂളിലാണോ പഠിക്കുന്നത്? ഓക്കെ. എങ്ങനെയുണ്ട് സ്കൂളിലൊക്കെ? എങ്ങനെ, സ്റ്റാർ ആണോ? കുഴപ്പമില്ല. ചെറിയൊരു സ്റ്റാർ ആണല്ലേ? അതൊരു വലിയ സ്റ്റാർ ആയിട്ട് തിളങ്ങണം. 7th പഠിക്കുന്നത്. അവിടെ എത്ര ക്ലാസ് വരെ ഉണ്ട്? അവിടെ ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 7th കഴിഞ്ഞാൽ നമ്മൾ ആ സ്കൂളിൽ തന്നെ വീണ്ടും പഠിക്കാം. അപ്പൊ സ്കൂളിൽ ഒരു നക്ഷത്ര തിളക്കമായിട്ട് ഗോൾഡൻ സ്റ്റാർ ആയിട്ട് തിളങ്ങണം കേട്ടോ. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? എങ്ങനെയുണ്ട്? മിടുക്കിയാണോ സ്കൂളില്? കുഴപ്പമില്ല. ഇങ്ങനെ സ്കൂളിലൊക്കെ എല്ലാവരും വളരെ സന്തോഷമൊക്കെ ആണോ? വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, പിന്നെ ഞാൻ. നിങ്ങള് ഇത്രയും പേരും ഉണ്ടല്ലേ? അമ്മ ഹൗസ് വൈഫ് തന്നെയാണല്ലേ? അമ്മ കപ്പലണ്ടി മുക്കില് ബോധി പ്രിന്റേഴ്സിൽ എന്ന് പറയുന്ന ഒരു പ്രിന്റർ ഇതില് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അച്ഛൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന, സ്വന്തമായിട്ട് പണിയെടുത്ത് ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണല്ലേ? ഓക്കെ. പിന്നെ ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി 10th പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ തന്നെ. അപ്പൊ ചേച്ചിക്കും അഭിമാനമാണോ? കുഴപ്പമില്ല. എന്താ ഒരു കുഴപ്പമില്ലായിക? അല്ല, നിങ്ങളുടെ സ്കൂളിലല്ലേ പഠിക്കുന്നേ? അനാമിക ഇങ്ങനെ പാട്ടുകാരിയൊക്കെ ആകുമ്പോഴത്തേക്കും ചേച്ചിക്കും ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ. ചോദിച്ചിട്ടുണ്ടോ ചേച്ചി അഭിമാനമൊക്കെ ഉണ്ടോ ഞാൻ ഇങ്ങനെ പാട്ടുകാരായിട്ട് സ്കൂളിലൊക്കെ തിളങ്ങുന്നതില്? അനഘയ്ക്ക് അതിലെന്നല്ല, ഈ ഡ്രോയിങ്ങിലൊക്കെ. അപ്പൊ അതിലൊന്നും അഭിമാനമൊന്നും ഇല്ല? അനിയത്തി പാടുന്നതിലൊന്നും അഭിമാനമൊന്നും ഇല്ല? ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ അനഘയ്ക്ക് ഡ്രോയിങ്ങിനോടാണോ താല്പര്യം? അപ്പം അനാമികൻ ഡ്രോയിങ് പഠിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. പാട്ടിനോട് അനാമിക അടുത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം പാട്ടിനോടാണോ ഡ്രോയിങ്ങിനോടാണോ? രണ്ടിനോടും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണോ? അത് പാട്ട് തന്നെയാണല്ലേ?
ഓക്കെ. ഡ്രോയിങ് കുറെ നാളുകൊണ്ട് പഠിക്കുന്നുണ്ടോ? ആ പണ്ട് 2ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. പണ്ട് 2ാം ക്ലാസ് തൊട്ട് പഠിച്ച് അല്ലേ? 3ാം ക്ലാസ്സിലപ്പം പഠിത്തം നിർത്തിയോ? ഇല്ല, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ നിർത്തി, രണ്ടും കൂടി പറ്റാത്തോണ്ട്. പാട്ടും ഡ്രോയിങ് കൂടെ പറ്റാത്തോണ്ട് നിർത്തി. എന്നാലും ഡ്രോയിങ് ഇപ്പം അത്യാവശ്യം പഠിച്ചു കാണുമല്ലോ ഇപ്പം. സംഗീതം പോലെ അല്ലല്ലോ ഡ്രോയിങ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊക്കെ വരയ്ക്കാനും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അല്ലേ അത് ഐഡിയ മതിയല്ലോ, പഠിക്കാൻ ചെയ്യാൻ പറ്റും. സംഗീതം അങ്ങനെയല്ലല്ലോ. സംഗീതം വെച്ചാൽ നമ്മുടെ ഓരോ ദിവസം ഓരോ വർഷം ഓരോ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പുതിയ 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 സംഭവങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് കൊണ്ടേയിരിക്കണം കേട്ടോ. പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ പാടി പ്രാക്ടീസ് ആവണം. ഓക്കെ. അപ്പൊ നല്ല പാട്ടുകാരിയൊക്കെ ആയിട്ട് വേണം നമുക്ക് ഇനി അടുത്തൊരു വലിയൊരു പ്രോഗ്രാംസിലൊക്കെ വിളിക്കാൻ വേണ്ടി നിനക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ. അതൊക്കെ ആഗ്രഹമില്ലേ? ഓക്കെ. സ്കൂളിലൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സൊക്കെ നല്ല സ്നേഹമാണോ? ടീച്ചേഴ്സിനൊക്കെ നല്ല സ്നേഹമാണ്. അപ്പം ടീച്ചേഴ്സൊക്കെ പാട്ടൊക്കെ പാടിപ്പിക്കുവോ ഇടയ്ക്കിടയ്ക്ക്? ക്ലാസ് ടൈമിലൊക്കെ? ക്ലാസ് ടൈമില് ബ്രേക്ക് ഒക്കെ വരുമ്പോ പഠിപ്പിക്കും. ഓക്കെ. എങ്ങനെ സുഹൃത്തുക്കൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ? ആണ്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരുപാട് പേരുണ്ട്, 3 പേര് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ആരെ നമ്മൾ വിരോധപ്പെടുത്തണ്ട അല്ലേ? 3 പേര് ബെസ്റ്റ് ഫ്രണ്ടാണ്, ബാക്കിയെല്ലാം സാധാ ഫ്രണ്ട്സ്. എന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ എന്നുവെച്ചാൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഫ്രണ്ട്സ്. മറ്റുള്ളവരൊക്കെ കുറച്ച് ഇഷ്ടമേ ഉള്ളൂ? കുറച്ചല്ല, അവരോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലേ? നിങ്ങളെല്ലാം ഒരുമിച്ചാണോ ഇരിക്കുന്നത് ക്ലാസ്സില്? ഒറ്റ ബെഞ്ചിലിരിക്കുന്നത്. ഒറ്റ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അതൊരു ഭാഗ്യമാണല്ലോ. ഈ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം കൂടെ ഒരു ബെഞ്ചിൽ ഇരിക്കാൻ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യം അത് അല്ലേ? അപ്പോൾ 2 ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് പല പല ബെഞ്ചുകളിലായിരിക്കുന്നെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലേ? ഒറ്റ ബെഞ്ചിൽ ഇരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്. ഒറ്റ ബെഞ്ചിൽ ഇരിക്കുന്നതുകൊണ്ടാണോ ഈ ഫ്രണ്ട്സ് ആയത്? അതൊരിക്കലും സംശയമുണ്ട് കേട്ടോ. അല്ല, ഞങ്ങൾ പണ്ടൊട്ടേ ഫ്രണ്ട്സ് ആണ്. ചേച്ചിയായിട്ടൊക്കെ എങ്ങനെ അടിയൊക്കെ കൂടാറുണ്ടോ? ചെറുതായിട്ട് അടിയൊക്കെ കൂടാ. അതൊക്കെ എന്തായാലും ഉണ്ടാവും. ആ ഒരു അടിയില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിനൊരു സുഖം അല്ലേ? ഓക്കെ. എന്ത് പറഞ്ഞ അടി കൂടാറ്? അത് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഞോണ്ടാൻ വരും. വെറുതെ ഇരിക്കുമ്പോ ഞോണ്ടാൻ വരുമോ? അതെന്തു പറ്റി? അതിലങ്ങനെ ഞോണ്ടുന്ന വെറുതെ ഇരിക്കുമ്പോ? അതെനിക്കറിയത്തില്ല. വെറുതെ ഇരിക്കുമ്പോ നുള്ളും പിച്ചും അതൊക്കെ. വെറുതെ ഇരിക്കുന്നു പറഞ്ഞു. വെറുതെ എവിടെയാ ഇരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോ, TV ഒക്കെ കാണുമ്പോ. അതാ ചോദിച്ചത്. അതിന്റെ കാരണം അതിന് മുമ്പിൽ വല്ലതും ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പൊ TV കാണുമ്പോ ചിലപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലും കാണാൻ വേണ്ടിട്ടായിരിക്കും ഇത് ഞോണ്ടുന്ന വന്നത് ചിലപ്പം. അല്ല, ഫ്ലവേഴ്സിലെയാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം. അത് കണ്ട് എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് കണ്ടോണ്ടിരിക്കുമ്പോ വെറുതെ ഒന്ന് നുള്ളും പിച്ചും. പിന്നെ അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചാനലാണ് ഫ്ലവേഴ്സ് ചാനൽ അല്ലേ? അത് എന്തുകൊണ്ട് അനാമിക കുട്ടി കാണുന്നുള്ളത് വെച്ചോണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ചിലപ്പം അല്ലേ? ആ ചോദിച്ചു മനസ്സിലാക്കണം, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഞോണ്ടു വന്ന് നോക്കണം. ഞോണ്ട് അത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ കണ്ടുപിടിക്കാതെ എന്തുകൊണ്ടാണ് കൊച്ചിന് ചുമ്മാ ഇരിക്കുമ്പോൾ ഞോണ്ട് നീന്ന്. അതൊക്കെ ചുമ്മാ ഒരു രസമായിരിക്കും കേട്ടോ, എനിക്ക് കാര്യമൊന്നുമില്ല. സ്കൂളിലും അതാണ് കാണോ സുഹൃത്തുക്കൾ അവരിങ്ങനെ വഴക്കൊക്കെ കൂടാറുണ്ടോ? അങ്ങനെയൊന്നും കൂടാറില്ല. അനാമിക കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള സന്ദർഭം എന്താണ്? വിഷമം എന്ന് പറയുമ്പോ ഈ അമ്മയൊക്കെ അടിക്കുമ്പോ, പിന്നെ ടീച്ചേഴ്സ്മാരൊക്കെ വഴക്കൊക്കെ പറയുമ്പോ വിഷമം തോന്നാറുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ് ഒക്കെ മിണ്ടാതിരിക്കുമ്പോഴും അത് ഭയങ്കര വിഷമമാണ്. നമ്മള് ടീച്ചേഴ്സ് മിണ്ടിയില്ലെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ അടുത്ത് മിണ്ടാതിരിക്കുമ്പം ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടും. അത് പറഞ്ഞറിയിക്കാൻ പറ്റൊരു അനുഭവപ്പെടല അത്. അങ്ങനെ പെട്ടിട്ടുണ്ടോ? ഓക്കെ. ഒറ്റപ്പെടല് നമുക്ക് എന്നും ഒരു വലിയൊരു ഭാരം തന്നെയാണ് അല്ലേ? അതിന്റെ ഫീലിങ്സ് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണോ? ആണോ? അതിന്റെ ഫീലിങ്സ് അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഫീലിങ്സ്? ഞാൻ കൂടെ പറഞ്ഞ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ആരുമില്ല, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ മിണ്ടാതിരുന്നാല് നമുക്ക് ഒരു ബോറടിയൊക്കെ വരും. ഓക്കെ. ഇതൊക്കെ ഇനിയിപ്പോ ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനാമിക കുട്ടിയെ ഒരിക്കലും ഇനി ഒറ്റപ്പെടുത്തത്തില്ല. ആരും അറിഞ്ഞോ അറിയാതെ ഒന്നും വിഷമാവെന്ന് അറിയാൻ. ഇതൊക്കെ കൂട്ടുകാരത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണെന്നൊക്കെ കൂട്ടുകാരത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് ജോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പറയും. എന്നാന്നോ? അത് ജോക്കായിട്ട് പറഞ്ഞോണ്ടാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത. ചിലപ്പം ഇനി സീരിയസ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്ക് കേട്ടോ. അത് നമുക്ക് ഇനി അവിടുത്തെ പ്രാവശ്യം നോക്കാം. നമുക്ക് അവരാരും അനാമിക വിഷമിപ്പിക്കത്തേ ഇല്ല കേട്ടാ, ഒറ്റപ്പെടുത്തത്തില്ല. ഇതിനൊരു മരുന്നായിക്കോട്ടെ ഈ പ്രോഗ്രാം കേട്ടോ. ഇതൊക്കെ അവരെ കേൾപ്പിക്കണം. അപ്പൊ അനാമിക കുട്ടിയുടെ മനസ്സ് തുറക്കുകയാണ് ഇവിടെ. അച്ഛനും അമ്മയും അങ്ങനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പം വിഷമമൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ഫ്രണ്ട്സ് പറയുമ്പോഴാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത്. അത്രയും അധികം ഫ്രണ്ട്സിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അനാമിക അല്ലേ? ഓക്കെ മോളെ. ഓക്കെ.
ഈ ചെമ്പൈ സംഗീതോത്സവത്തിലൊക്കെ പങ്കെടുത്തല്ലോ, അതൊരു ഭയങ്കര ഭാഗ്യമാണ് അതൊക്കെ. ആ അതിനൊക്കെ പങ്കെടുക്കുക. അതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി എന്താണെന്നൊക്കെ അറിയാമോ? അത് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ വേണം. പിന്നെ ഞാനാണെങ്കിൽ ഈ സ്റ്റേജിലൊക്കെ കയറിയാല് തെറ്റുമ്പോ, പണ്ട് ഞാൻ തെറ്റുമ്പോ അമ്മച്ചി തെറ്റിന്ന് പറഞ്ഞ് മൈക്ക് കൂടെ അങ്ങ് വിളിച്ചു പറയാറ്. അയ്യോ, പക്ഷെ ഇപ്പൊ അങ്ങനില്ല. പാടിക്കൊടിക്കും മൈക്ക് കൂടെ ഓടിയെന്ന് പറയോ? ആ അത് ഞാൻ അറിയാതെ ഒറ്റൊരു പ്രാവശ്യം അമ്പലത്തിൽ വെച്ച് പടന്നെടുത്ത് ഇങ്ങനെ ആയിപ്പോയി. മൈക്ക് മേടിച്ചിട്ട് അമ്മ പറയും തെറ്റിയെന്ന് പറയും. ആ ഞാൻ അതെന്തൊരു വേല അമ്മ കാണിക്കുന്നത്? അമ്മ എന്തിനാ ആ ഒരു വേല കാണിക്കുന്നേ? അല്ല ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് തെറ്റുമ്പോ ഞാൻ അമ്മയെ നോക്കിയിട്ട് മൈക്കിൽ കൂടെ പറയാം അമ്മച്ചി തെറ്റിപ്പോയിന്ന്. ഓ, അമ്മയോട് ചോദിക്കുകയാണല്ലേ അമ്മ തെറ്റിപ്പോയി. അന്നേരം അമ്മ അവിടെ പറയും ഓ തെറ്റിമാളെന്ന് പറയും. അന്നേരം അമ്മ പറയും കുഴപ്പമില്ല ഒന്നുകൂടി പാടാന്ന് പറയും. അതല്ല, നമ്മള് പാടി ശരിയാക്കിയിട്ട് ഇറങ്ങാവുള്ളൂ, അത്ര കൊള്ളത്തില്ല. മനസ്സിലായല്ലേ? അത് ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ്, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ മിസ്റ്റേക്സ് എല്ലാം മാറി. ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് പാടിയിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം സ്റ്റേജ് പാടിയിട്ടുണ്ടാവും? അത് കണക്കൊന്നുമില്ല. അതൊക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ, ചുമ്മാ കണക്കെടുത്ത് വെച്ചേക്കണം. ഗാനമേളയ്ക്കൊക്കെ പാടൂ? ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തില് അവിടുത്തെ തന്നെ ഒരു മാമനുണ്ട്. ആ മാമ പാട്ട് പാടും, പക്ഷെ പഠിച്ചിട്ടില്ല. അന്നേരം ആ മാമന്റെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട്. ഓക്കെ. സിനിമ പാട്ടാണോ കൂടുതലും പാടുന്നത്, അതോ ക്ലാസിക്കൽ മ്യൂസിക്, സെമി ക്ലാസിക്, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ പാടാറുള്ളത് ഏത് ടൈപ്പ് പാട്ടാ? അത് സിനിമാറ്റിക് സോങ്, സൂര്യ മ്യൂസിക് ഇല്ലേ, അതില് കേട്ടിട്ട് അത് ഇങ്ങനെ കാണുമ്പോ ഇത് കൊള്ളാം എന്ന് തോന്നിട്ട് പഠിക്കും. അന്നേരം സിനിമാറ്റിക് സോങ് കൂടുതലും പഠിക്കാറ്. സിനിമാറ്റിക് സോങ് ആണ് കൂടുതലും പഠിക്കാറുള്ളത് അല്ലേ? ഇപ്പൊ ഒരു ക്ലാസിക്കൽ സോങ് കേൾക്കുകയാണ്, സെമി ക്ലാസിക്കലോ കേൾക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ അത് പഠിക്കണം അല്ലെങ്കിൽ അത് പാടണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രമിക്കണം, അതൊക്കെ ട്രൈ ചെയ്യണം. നമുക്ക് പാട്ടെന്ന് വെച്ചാൽ നമുക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകളും പഠിക്കണം. കാര്യം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഫ്രണ്ട്സിന് ചിലപ്പോൾ ക്ലാസിക്കലായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ മറ്റു ഫ്രണ്ട്സിന് അടിച്ചു പിടിച്ച് ഉള്ള പാട്ടിലായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഫ്രണ്ട്സിന് നാടൻ പാട്ടായിരിക്കും ഇഷ്ടം. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ? അപ്പൊ നമ്മൾ എല്ലാ പാട്ടിലും പഠിക്കണ്ടേ? അങ്ങനെ ഇനി മുതൽ ശ്രമിക്കണം. അപ്പൊ നമുക്ക് എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ഒരുപാട് ഇഷ്ടം കൂടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 3 ഫ്രണ്ട്സിൽ ഒരു ഫ്രണ്ട്സിന് നാടൻ പാട്ട ഇഷ്ടമെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട്സിനെ വിഷമിപ്പിക്കത്തില്ലേ? നമുക്ക് അറിഞ്ഞൂടാന്ന് പറയുമ്പം വിരോധാവില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പാട്ടും പഠിക്കണം. ഓക്കെ. അപ്പൊ നല്ല അങ്ങനെ പാട്ടൊക്കെ പഠിച്ച് നല്ല മിടിക്കായി വരണം. അതൊക്കെ വീട്ടിലും നമ്മളെ കൊണ്ട് വീട് നിറയണം. അതുപോലൊക്കെ നമ്മളെ കൊണ്ട് സ്കൂൾ അഭിമാനപൂരിതമാക്കണം. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ ഗോൾഡൻ സ്റ്റാർ ആവണമെന്നൊക്കെ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പഠിത്തവും പാട്ടും ഒപ്പം കൊണ്ടുപോവുക. ഓക്കെ. അതുപോലെ നമ്മുടെ പഠിച്ച് വളർന്ന് വലുതായി ആരാകാനാണ് ആഗ്രഹം? ആഗ്രഹങ്ങളൊന്നുമില്ല, ചുമ്മാ അതൊക്കെ പഠിക്കുക, എവിടെയെങ്കിലും പോകുന്നിടത്തൊക്കെ പോട്ടെ, അങ്ങനെയാണോ? അല്ല, എനിക്ക് വലിയ ആളായിട്ട് അമ്മ അച്ഛനെയൊക്കെ അതെന്തായാലും നമ്മള് വലുതാവും, എന്തായാലും നമ്മള് വളർന്ന് വലുതാവും. അല്ല, നമുക്കൊരു ജോലിയൊക്കെ വേണമല്ലോ. അപ്പൊ അതെന്ത് ജോലി വേണം ആഗ്രഹം? എനിക്ക് ഈ പ്ലെയിനിലൊക്കെ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളി ആഗ്രഹമാണത്. എന്നിട്ട് അച്ഛനെ അമ്മയെ ഗുജറാത്തില് കൊണ്ടുപോകണമെന്നുണ്ട്. ഗുജറാത്തിൽ കൊണ്ടുപോകണം? എന്താണ് ഗുജറാത്തിനോട് ഇത്ര? അത് ഇപ്പൊ ആദ്യം എനിക്ക് LSS കിട്ടിയായിരുന്നു, പിന്നെ USS ഞാൻ സെലക്ട് ആയി. ഇനി എഴുതണം മാർച്ചിൽ എക്സാം. അപ്പൊ അതില് ഗുജറാത്തിലെ ഗർബ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട്. അന്നേരം അത് കാണുമ്പോ എനിക്ക് ഒന്ന് കാണണമെന്നൊരാഗ്രഹം. ഓ, അതിനു വേണ്ടി അമ്മയും അച്ഛനെയും കൂടെ ഗുജറാത്തിൽ കൊണ്ടുള്ള പരിപാടിയാണ് അല്ലെ? അപ്പൊ ഗുജറാത്ത് വരെ പോയാ മതി. കുഴപ്പമില്ല. അതിനപ്പുറം പോകണമെന്നൊന്നും ആഗ്രഹമില്ല? ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇവിടെ ഒരു പാട്ടുകാരി കൂടെ ഒക്കെ ആവണം കേട്ടോ. നമ്മള് യാത്രക്കാരൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യിപ്പിക്കണ്ടേ? ഓക്കെ. അപ്പം നല്ലൊരു പാട്ടുകാരി ആവട്ടെ. അതുപോലെ ചെമ്പൈ സംഗീതോത്സവത്തിന് പോകാനിരിക്കുകയാണ്. അപ്പൊ അതിനും ഞാൻ നല്ലൊരു ആശംസ നേരുകയാണ്. ഒപ്പം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.